ഈദ് മുബാറക്. ഗുഡ് മോർണിംഗ്. ഇന്നൊരു ഈദ് വ്ലോഗാണ്. ഫസ്റ്റ് ടൈമാണ് ഞാനൊരു ഡേ ഇൻ മൈ ലൈഫ് പോലെ രാവിലെ മുതലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. ബെഡൊക്കെ ഇതാ മെസ്സായി കിടക്കുന്ന. ഇപ്പോൾ ടൈം 6:20. ഇനി ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം. ബെഡ് ഫുള്ള് മെസ്സായിട്ട് കിടക്കുകയാണ്. ഇപ്പോൾ സമയം രാവിലെ 6:20. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യട്ടെ കേട്ടോ. മോർണിംഗ് ഒന്ന് സെറ്റ് ആവണമെങ്കിൽ രാവിലെ തന്നെ ഒരു ചായ മസ്റ്റാണ്. പിന്നെ അതിൻ്റെ കൂടെ നെയ്യപ്പം. ഇത് ഞങ്ങളിവിടെ ഇന്നലെ ഉണ്ടാക്കിയതാട്ടോ. അങ്ങനെ ബെഡൊക്കെ സെറ്റ് ചെയ്ത് ഇതാണ് എൻ്റെ ഈദ് ഔട്ട്ഫിറ്റ്. എൻ്റെ സൗൻ്റെ ഡ്രസ്സൊക്കെ എടുത്ത് വെച്ച് അപ്പോഴേക്ക് ഷൈജൽക്ക ബാത്റൂമിൽ കയറി കുളിച്ച് ഷൈജൽക്കാൻ്റെ ഡ്രസ്സൊക്കെ ഇട്ട് അതിൻ്റെ ഇടയിൽ കൂടെ ഫുഡിൻ്റെ പ്രിപ്പറേഷൻസ് നോക്കുന്നുണ്ട്. ഈ പ്രാവശ്യം നമ്മൾ ബീഫ് ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഷൈജൽക്ക ഡ്രസ്സൊക്കെ മാറ്റി സെറ്റായിട്ട് ഷൈജൽക്ക പോകുന്നുണ്ട്. ഇതാണ് കേട്ടോ ഷൈജൽക്കാൻ്റെ ഈദ് ഔട്ട്ഫിറ്റ്. കുക്കറിലാണ് ഞാൻ മസാല ഒക്കെ ഉണ്ടാക്കുന്നത്. പൊതുവേ ഇങ്ങനെ ഉള്ളി വഴറ്റി ഓരോന്നോരോന്ന് വഴറ്റിയിട്ട് ചിക്കൻ പൊരിച്ച് അതിലിടലാണ്. ചിക്കനാണെങ്കിൽ ബീഫാണെങ്കിൽ വേവിച്ചിടലാണ്. ഇതിപ്പോൾ ഞാൻ കുക്കറിലാക്കാമെന്ന് വിചാരിച്ച്. ഓൾറെഡി കുറച്ച് നേരം വൈകിട്ടുണ്ട്. എല്ലാം കൂടി ആയിട്ട് ഇവർ കഴിഞ്ഞ് വരുമ്പോഴത്തേനും ചെയ്യണ്ടേ. പിന്നെ അതിൻ്റെ ഇടയിൽ ക്ലീനിങ് ഒക്കെ ചെയ്യുന്നുണ്ട്. ബീഫ് ബിരിയാണീൻ്റെ റെസിപ്പി ഞാൻ വേറെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ഷൈജൽക്കാക്ക് കുടുക്കാച്ചി ബിരിയാണി ഇതിന് മുൻപ് ഞാൻ ഒരു പ്രാവശ്യം ഉണ്ടാക്കിയപ്പോൾ ഭയങ്കര ഇഷ്ടമായി. അപ്പം ആ ബിരിയാണി വേണമെന്ന് പറയുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് അതും സെറ്റാക്കണമെന്നുണ്ട്. എല്ലാം സോയി ഉണ്ട്. അപ്പോൾ സോയിനെ സെറ്റാക്കി എടുക്കണം. അവളെ കുളിപ്പിക്കണം, മാറ്റിക്കൽ ഭയങ്കര ഒരു ടാസ്ക്കാണ്. കുളിപ്പിക്കൽ പിന്നെയും പെട്ടെന്ന് കഴിയും. ഇവിടെ പിന്നെ പായസം അങ്ങനെയുള്ളതൊന്നും ഉണ്ടാക്കണ്ട. നമ്മൾ തലേന്ന് തന്നെ അപ്പം ചുട്ട് വെക്കും. അപ്പവും ബീഫും കേട്ടോ. നമ്മൾ ഗസ്റ്റൊക്കെ വരുമ്പോൾ അവർക്ക് കൊടുക്കുക അപ്പവും ബീഫും. പിന്നെ നമ്മുടെ ഫുഡ് ഐറ്റം എന്താണോ അതും കൊടുക്കും. ഈ ബിരിയാണീൻ്റെ പ്രിപ്പറേഷൻസ് കഴിഞ്ഞിട്ട് വേണം ഷൈജൽക്കാൻ്റെ കുടുക്കാച്ചി ബിരിയാണി. ഇത് കുടുക്കാച്ചി ബിരിയാണിയാണ്. ഇത് ഇങ്ങനെ തന്നെ ആക്കിയിട്ട് ഇതിൽ ചോറൊക്കെ ആക്കിയിട്ട് ദമ്മാക്കുന്നതാട്ടോ കുടുക്കാച്ചി ബിരിയാണി. ആ ബിരിയാണി ഒരുവിധം സെറ്റായിട്ടുണ്ട്. പിന്നെ ഇത് എൻ്റെ ഒരു സ്പെഷ്യൽ റെസിപ്പി ആയിട്ടുള്ള ബിരിയാണി മസാല ആണ്. ഇത് എല്ലാത്തിലും ഇടുന്നുണ്ട്. അതായത് ഈ കുടുക്കാച്ചി ബിരിയാണിയിൽ ഇടുന്നുണ്ട്, നമ്മുടെ നോർമൽ ബിരിയാണിയിൽ ഇടുന്നുണ്ട്. പിന്നെ ഡെക്കറേഷനൊക്കെ ചെയ്ത് സെറ്റാക്കണം. ഭക്ഷണം എന്ന് പറഞ്ഞാൽ അത് കഴിക്കുന്നതിലും കാണുന്നതിലും ഉണ്ടല്ലോ ഭംഗി. കാണുന്ന ഭംഗി കൊണ്ട് നമുക്ക് കഴിക്കാൻ തോന്നണല്ലോ. അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ. അപ്പം എല്ലാം സെറ്റാക്കണം. നല്ല യുദ്ധത്തിന് ശേഷതാ ഒരു യുദ്ധം കഴിഞ്ഞ് വരുന്ന വരവാണ് കേട്ടോ ഇത്. പിന്നെ സോയിൻ്റെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് അവൾക്ക് കണ്ണട ഇന്നലെ നമ്മൾ ഇഷ്ടമായിട്ട് വാങ്ങിപ്പിച്ചാട്ടോ. അപ്പം മമ്മ അത് വെച്ചോണ്ടാന്നൊക്കെ പറഞ്ഞു. പിന്നെ ഞാൻ വീട്ടിലേക്ക് വിളിച്ച് കുറച്ച് നേരം ഉമ്മനായിട്ട് കുറച്ച് സംസാരിച്ചു. ഇതാണ് നമ്മുടെ ബിരിയാണി ദമ്മൊക്കെ ഇട്ട് സെറ്റാക്കി. സോയിൻ്റെ മാറ്റിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അപ്പോൾ ഷൈജൽക്ക വന്ന് സോയിനെ ഷൈജൽക്കാൻ്റെ ആക്കി കൊടുത്ത് എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് ഇനി ബാക്കി ഡ്രസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് മൈലാഞ്ചി ഒന്നും ഇടാൻ പറ്റിയില്ല. ടൈമില്ലേനോ. പെട്ടെന്നുണ്ടായതാ. കണ്ട ഈ വിരൽ ഞാൻ മറന്നുപോയി. ഇതൊക്കെയാണ് എൻ്റെ മേക്കപ്പ്. എൻ്റെ ഈദ് ഔട്ട്ഫിറ്റ് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് കാണിച്ചു തരാം. ഇതൊക്കെയാണ് നമ്മുടെ ഫോട്ടോസ്. അപ്പം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.